ഹായ് ഹലോ നമസ്കാരം. അമദാസ് മൾട്ടിക്കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കാര ചട്നിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. നേരത്തെ വീഡിയോ മുരിങ്ങയില പൊടി കൊണ്ടുള്ള നല്ലൊരു ദോശ റെസിപ്പിയായിരുന്നു, അതെല്ലാവരും കാണണം. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ചട്നിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് എന്തൊക്കെ വേണം നോക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ച് ഒരു പാത്രം, അടിക്കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. കുറച്ച് വറ്റൽ മുളക് നമുക്ക് വറുത്തെടുക്കാനുണ്ട്, അതിലേക്ക് വേണ്ടിയാണ്. ഞാനൊരു 9 വറ്റൽ മുളക് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇത് കളറൊക്കെ മാറിയിട്ടുണ്ട് അതിൻ്റെ. ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സവാള, 3 മീഡിയം സവാള മുറിച്ചതാണിത്. പീസ് വലിപ്പം ഒന്നും നോക്കണ്ട, നമുക്ക് വഴറ്റിയെടുത്ത് അരയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് വെറുതെ അങ്ങ് മുറിച്ചെടുത്താൽ മതി. അത് ഞാൻ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ഈ സവാളയുടെ തന്നെ വലിപ്പത്തിലുള്ള 3 തക്കാളിയാണ് ഞാനെടുത്ത് മുറിച്ച് വെച്ചിരിക്കുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഒന്നും കൂടി അതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. എണ്ണ നമ്മൾ വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി എളുപ്പം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 സ്പൂണിൽ കുറവ് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വയ്ക്കാം. സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. പുളി അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ പുളിയാണ് ചേർക്കുന്നത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മളെടുത്ത് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന മുളക് ചേർത്ത് കൊടുക്കാം ആദ്യം. അതിൻ്റെ കൂടെ നമ്മൾ വഴറ്റി തണുക്കാനായിട്ട് വെച്ചിരുന്ന തക്കാളി ഉള്ളി മിശ്രിതം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ പാത്രം കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. അതിൻ്റെ കൂടെ കായപ്പൊടി 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചെടുക്കാം. നമ്മൾ കാരച്ചട്നിക്കുള്ള മിക്സ് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആ പാകം ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് അരഞ്ഞു പോയിട്ടും ഇല്ല, എന്നാൽ അരയാതെയും ഇല്ല. ആ പരുവത്തിലാണ് വേണ്ടത്. നല്ല പേസ്റ്റ് പോലെ ആകണ്ട. ഇതാകണ്ടില്ലേ, ഇതേപോലെ മതിയാവും. നമുക്കിനി കടുക് വറുക്കാനായിട്ടൊരു പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കൊടുക്കാം.
ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കടുക് മുരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 വറ്റൽമുളക് ചെറുതായി മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലാക്കിയിട്ട് ചേർക്കണം കേട്ടോ, വല്ലാതെ തെറിക്കുമില്ലെങ്കിൽ. കുറച്ച് കട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കണം എന്നുണ്ട്. ഞാൻ ആ മിക്സി കഴുകിയ വെള്ളം 1 അര കപ്പ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു കൊടുക്കുക. ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചട്നി തുറന്ന് നോക്കാം. കണ്ടോ, എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. മതിയാകും. നല്ല ടേസ്റ്റി കാര ചട്നിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക് ചട്നി മാറ്റാം. ഈ ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. ഒരു കമൻറ്റ് ഇടുക പ്ലീസ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.